രാജ്യതലസ്ഥാനം ഡൽഹി വിറങ്ങലിച്ചു നിൽക്കുന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ രാജ്യം വീണ്ടും ഭീതിയുടെ നിഴലിലേക്ക് വീണിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് മുക്തമാകാത്ത നമ്മൾ വീണ്ടും ഭീകരാക്രമണത്തിന്റെ ചൂടറിയുകയാണ്. ശക്തമായ പൊട്ടിത്തെറിയിൽ തെരുവ് വിളക്കുകൾ തകർന്നു, വാഹനങ്ങൾ സ്ഫോടനത്തിൽ കത്തിയെരിഞ്ഞു, മനുഷ്യ ശരീരങ്ങൾ ചിതറിത്തെറിച്ചു. 8 വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയരുകയാണ്. വലിയ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചിലരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കണം. ഇതിൻ്റെ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ന് ഫരീദാബാദിൽ നിന്ന് 2 ഭീകരരെ കൂടി പിടികൂടിയിരിക്കുന്നു. ഇവരുടെ താമസസ്ഥലത്ത് നിന്ന് 350 കിലോ RDXും 2 AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തിരിക്കുന്നു. ഇതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇങ്ങനെയൊരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഭീകരതയുടെ കൂട്ടാളികൾ ഡൽഹിയിൽ പലയിടത്തായി പതിയിരിക്കുന്നു എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് സ്ഫോടനം നടത്തിയവരെ കണ്ടെത്തുവാനുള്ള അതീവ ശ്രമത്തിലേക്ക് അന്വേഷണ സംഘങ്ങൾ കടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പിടികൂടണം, ഇല്ലെങ്കിൽ വീണ്ടും സ്ഫോടന പരമ്പരകൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഉടലെടുത്തിരിക്കുന്നത്. സൈന്യം ചെങ്കോട്ട വളഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് സർക്കാർ വൃത്തങ്ങൾ കൊടുത്തു. ഇന്ന് വൈകുന്നേരം ചെങ്കോട്ട മെട്രോ സ്റ്റേഷനിലെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഇക്കോവാനിൽ സ്ഫോടനമുണ്ടായത്. മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1-ന് സമീപം നിർത്തിയിട്ടിരുന്ന 2 കാറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ഫോടനം വളരെ ശക്തമായിരുന്നു എന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് 6 വാഹനങ്ങൾ കത്തി നശിച്ചത്. അഗ്നിശമന സേനയുടെ ഏകദേശം 20 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് പ്രദേശം മുഴുവൻ വളയുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ സ്വഭാവം ഇതുവരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല. സ്ഫോടന കാരണം നിർണ്ണയിക്കുന്നതിനായി ഫോറൻസിക് സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഈ സ്ഫോടനം നടക്കുമ്പോൾ ആ പ്രദേശത്തുണ്ടായ പലരും ചിതറി ഓടുകയായിരുന്നു. ഈ ഓടുന്നതിനിടയിലും പലർക്കും വീണ് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ വീടിന്റെ മുകളിൽ നിന്ന് ഞാൻ തീ കണ്ടു, വൻ ശബ്ദം കേട്ടു, സ്ഫോടനത്തിൽ കെട്ടിടങ്ങളുടെ ജനലുകൾ കുലുങ്ങി. ഇതായിരുന്നു ഒരു ദൃക്സാക്ഷി പറഞ്ഞത്. പല കെട്ടിടങ്ങളിൽ നിന്നും ഇത്രത്തോളം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയും ഉണ്ടായി. അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ചതിപ്രയോഗം ഇന്ത്യക്ക് നേരെ ഉണ്ടാവുകയാണ്. പിടിയിലായ 2 ഭീകരർ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണ്. ഇന്ത്യക്ക് നേരെ ഇനിയും ആക്രമണങ്ങളും ചാവേർ ആക്രമണങ്ങളും നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ടുള്ള ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്നോർക്കണം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്തപ്പോൾ തകർന്ന് തരിപ്പണമായ സംഘമാണ് ജെയ്ഷെ മുഹമ്മദ്. എന്നാൽ അവർ വീണ്ടും തലപൊക്കുന്നു. പത്തിക്കടിച്ചിട്ട് വാലിൽ ജീവൻ വെച്ച് കിടക്കുകയാണ്. ഇന്ത്യ കയറിയടിച്ച് എല്ലാത്തിനെയും തീർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി പറയുന്നത്. എത്രയെന്ന് വെച്ചാണ് ഒരു രാജ്യത്തിന്റെ ഭീകരത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ഈ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ അടിവേര് മാന്തുന്ന നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്ന മുഗൾ കാലഘട്ടത്തിലെ ഈ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തെ അതീവ ഗൗരവത്തോടെ വേണം കാണാൻ അധികൃതരും. ഇത് അതീവ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. സാധാരണ തിരക്കേറിയ ഈ പ്രദേശത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സ്ഥലത്തുടനീളം അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ബാരിക്കേഡുകളൊക്കെ വെച്ച് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. റോഡിന്റെ മധ്യഭാഗത്താണ് സ്ഫോടനം നടന്നത്. അപകട സ്ഥലത്ത് ഒരാളുടെ മൃതദേഹം ചിതറിത്തെറിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള LNGP ആശുപത്രിയിലേക്ക് മാറ്റി. തീ പൂർണ്ണമായി അണച്ചതായി ഫയർഫോഴ്സ് വ്യക്തമാക്കി. സ്ഫോടന ശബ്ദം കേട്ടയുടൻ പ്രദേശത്ത് പരിഭ്രാന്തി പടരുകയും ആളുകൾ ജീവനും കൊണ്ട് ഓടുകയും ഒക്കെ ചെയ്തു. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ വ്യാപാരികളുടെ കേന്ദ്രമായ ചാന്ദിനി ചൗക്കിന് സമീപമാണ് ഈ സംഭവം നടന്നത്.
സ്ഫോടനം നടന്ന ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ പോലീസ് കമ്മീഷണറുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. സംഭവത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ജമ്മു കാശ്മീർ സ്വദേശികളായ 2 ഡോക്ടർമാരെ ആയുധങ്ങളടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രകോപനമായിട്ടാണോ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്ന് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ സംശയിക്കുന്നുണ്ട്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരിടത്തു നിന്നും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ അതേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. പഴയ ഡൽഹിയിലെ തിരക്കേറിയ പ്രദേശത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് രാജ്യവ്യാപകമായി അന്വേഷണവും പരിശോധനയും നടത്തിയത്. തുടർന്നാണ് ഫരീദാബാദിൽ നിന്ന് RDSഉം AK-47 തോക്കുകളും കണ്ടെടുത്തതും 2 പേരെ അറസ്റ്റ് ചെയ്തതും. ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നവർ അവരുടെ കൂട്ടാളികൾ രാജ്യതലസ്ഥാനത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ. ഉടൻ തന്നെ അവരെ കണ്ടെത്തുന്നതിനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും. എത്ര പേര് അവരുടെ കൂട്ടത്തിലുണ്ട്, ആരൊക്കെ ഏതൊക്കെ ഭാഗത്താണുള്ളത് എന്നതിൽ ഒരു വ്യക്തതയില്ല. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടും. ഇക്കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, പലരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT പ്രൊഫഷണലുകളും ഒക്കെയാണ്. ഇവരൊക്കെയാണ് രാജ്യത്തിനെതിരെ, അതായത് രാജ്യത്തിനുള്ളിൽ കയറിക്കൂടി ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ രാജ്യത്തിനകത്തുള്ള പൗരന്മാർ പോലും ഇന്ത്യക്കെതിരെ ഭീകരാക്രമണത്തിന് കോപ്പുകൂട്ടി കളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ കൃത്യമായി പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്നുള്ള ശക്തമായ വാദമാണ് ഇന്ത്യയിൽ നിന്ന് ഉയരുന്നത്. ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ ലഷ്കർ-ഇ-തൊയ്ബയും മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിനും പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ട വൈറ്റ് കോളർ ഭീകര സംഘം ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകരാണ്. ഇവർ വലിയ തോതിലുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ്. 380 കിലോ RDX പിടികൂടുമ്പോൾ ഇവരുടെ പല ഗ്രൂപ്പുകളും രാജ്യത്തിനകത്തുണ്ടെങ്കിൽ അവരുടെയൊക്കെ പക്കൽ എത്രത്തോളം വലിയ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉണ്ടാകും. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത്? ഭീതി വലുതാണ്. ഫരീദാബാദിൽ നടന്ന അറസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു വരുന്ന വലിയ ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി അറസ്റ്റുകൾ ഈ നടപടി കാരണമായിട്ടുണ്ട്. പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇവർ വിദേശത്തു നിന്നുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു. ഇവർക്കായി പ്രത്യേക ആശയവിനിമയ ചാനലുകളുണ്ട്. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഇവർ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുന്നതായ സൂചന ലഭിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായി കനത്ത പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവരെ അടക്കം അംഗങ്ങളാക്കിയിട്ടുള്ള ഭീകര സംഘമാണിത്. ജെയ്ഷെ മുഹമ്മദ് കുറെ കാലങ്ങളായി ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഒരു വെല്ലുവിളി മുംബൈ ഭീകരാക്രമണത്തിന്റെ മോഡൽ ഇനിയും ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുതന്നെയാണ് ഇവർ ഡൽഹിയിൽ പദ്ധതിയിട്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.